നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കാണ്. തീർത്താൽ തീരാത്ത നഷ്ടം തന്നെ. 3 വർഷത്തിൻ്റെ കഥ പറയുമ്പോൾ കിരീടത്തിൻ്റെ അഭാവങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ട്. പക്ഷേ ഈ ജനക്കൂട്ടത്തിൻ്റെ മനസ്സിൽ അയാൾ പാകിയ സ്നേഹം ആരെക്കൊണ്ടും മുറിച്ചു മാറ്റാൻ പറ്റില്ല. ഇവാൻ ആശാൻ എന്ന ഒറ്റപ്പേര് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ വീണ്ടും എഴുതപ്പെട്ടിരിക്കുന്നു. അതെ, ട്രോഫിയില്ലാത്ത രാജാക്കന്മാരുടെ കൂട്ടത്തിൽ തന്നെ. അയാളുടെ പടിയിറക്കം ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്നിതാ പകരക്കാരൻ്റെ വേഷത്തിൽ മറ്റൊരാൾ അങ്ങ് സ്വീഡനിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുൽനാമ്പുകളിൽ കാൽ വെച്ചിരിക്കുന്നു. 10 വർഷത്തിൻ്റെ കിരീടദാരിദ്ര്യത്തിൻ്റെ അവസാനമെന്നോണം ആ സ്വീഡിഷ് തന്ത്രശാലി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുൽനാമ്പുകളിൽ കോരിത്തരിപ്പിച്ചുകൊണ്ടിരിക്കും. അതെ, ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകൾക്ക് ചിറകുമുളപ്പിക്കാൻ വേണ്ടി സ്വീഡനിൽ നിന്നും ഉദയം കൊണ്ട ഒരു മാലാക തന്നെ, മിഖായേൽ സ്റ്റെഹറെ. ഫുട്ബോൾ കോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് പൊലിപ്പിക്കലൊക്കെ ഉണ്ടല്ലോ, സോ അതൊക്കെ അവിടെ നിന്നോട്ടെ, അത്ര തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പുതിയ അനൗൺസ്മെൻറ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായി. അതായത് പുതിയ കോച്ച്, നമ്മളെ ഇവാൻ ആശാന് പകരം മറ്റൊരു താരത്തെ, മറ്റൊരു മാനേജറെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് നമുക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അതായത് സ്വീഡനിൽ നിന്നാണ്, ആദ്യമായിട്ടാണ് സ്വീഡനിൽ നിന്നും ISL-ലേക്ക് ഒരു കോച്ച് കടന്നു വരുന്നത്. സോ ഇന്നലെ തന്നെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ കുറച്ചും കൂടെ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ഞാൻ യൂട്യൂബിൽ നിന്നും അതുപോലെ തന്നെ കുറേ വിക്കിപീഡിയ, കുറേ ടാക്ടിക്സിൻ്റെ അത് ഇത് തേങ്ങ കുറേ വലിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. തെറ്റിനെ ക്ഷമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ട് അതൊന്ന് കമൻറ്റ് ചെയ്യുക. സോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇദ്ദേഹത്തിൻ്റെ കമൻറ്റിൻ്റെ അടിയിലും ഇൻസ്റ്റാഗ്രാമിൻ്റെ അടിയിലും, ഇൻസ്റ്റാഗ്രാമൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളപ്പോൾ തന്നെ 100K ഒക്കെ കഴിഞ്ഞു. അതായത് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ അടിയിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസ്റ്റിൻ്റെ അടിയിലും മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒക്കെ പോസ്റ്റിൻ്റെ അടിയിലും കാണാൻ പറ്റുന്നൊരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു 5-6 മത്സരം മാത്രം, അതിനുശേഷം കാണാം താങ്ക് യു മിഖായേൽ സ്റ്റെഹറെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ പേജിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇയാളെ കൊണ്ടൊന്നും കഴിയൂല എന്നും പറയുന്നവരുണ്ട്. സോ എന്തായാലും നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇദ്ദേഹം വരുന്നത് ഒരു ലോ പ്രൊഫൈലിൽ നിന്നാണ്. അതായത് ഇവാൻ വുക്കോമാനോവിച്ച് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എങ്ങനെ കടന്നു വന്നോ അതുപോലെ തന്നെയാണ് മിഖായേൽ സ്റ്റെഹറെ എന്ന് പറയുന്ന ഒരു പ്രൊണൗൺസിൻ്റെ പ്രശ്നം ഉണ്ടാവും. അത് മാർക്കസ് പോലും ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എക്സിൽ, ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ. സോ അത് തന്നെ നമുക്കുണ്ട്, അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അദ്ദേഹം വരുന്നതും ഏകദേശം ഒരു ലോ പ്രൊഫൈലിൽ തന്നെയാണ്. ഈ ഒരു ലോ പ്രൊഫൈൽ എന്ന് പറയാനായിട്ടുള്ള കാരണം ഇദ്ദേഹത്തിൻ്റെ ഏകദേശം കോച്ചിങ് കരിയർ എന്ന് പറയുന്നത് 14-15 വർഷത്തോളം കോച്ചിങ് കരിയർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവസാനത്തെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്, അതായത് ആ ഒരു കോച്ചിങ് കരിയറിൻ്റെ അവസാന കാലഘട്ടം ഉണ്ടല്ലോ, അപ്പോൾ നമ്മളിലേക്ക് വരുന്നതിന് മുമ്പായിട്ടുള്ള ആ ഒരു കാലത്താണ് കുറച്ച് ലോ ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ലോ പ്രൊഫൈലിൽ നിന്നാണ് കയറി വരുന്നതെന്ന് പറയുന്നത്. അതിൻ്റെ മുമ്പേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4-5 കിരീടങ്ങൾ, 4 കിരീടങ്ങളോളം ഇദ്ദേഹം അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് പല ക്ലബ്ബുകളിലായിട്ട് ഇദ്ദേഹം അടിച്ചെടുത്തിട്ടുണ്ട്. തൻ്റെ കോച്ചിങ് കരിയർ തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ ഓരോ ബഹുമതികൾ കിട്ടിയിട്ടുണ്ട്. സോ അത് കൂട്ടിയിട്ടല്ല നമ്മൾ ലോ പ്രൊഫൈൽ എന്ന് പറഞ്ഞത്, അവസാന ഘട്ടത്തിലെ കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം, മാനേജറെ സംബന്ധിച്ചിടത്തോളം 12-10 വർഷമായിട്ട് 2 പേർക്കും കിരീടമില്ല. നെഗറ്റീവുകളൊക്കെ ചിലപ്പോൾ ഒന്നിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രതീക്ഷകൾ കൈവിടേണ്ട എന്നർത്ഥം. പിന്നെ 3-4-3 എന്ന് പറയുന്ന ഫോർമേഷനാണ്. ഈ ഫോർമേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഞാൻ കുറച്ച് ടാക്ടീസും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഇതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് എന്നാൽ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവാനേക്കാൾ നല്ല പ്രായമുള്ള ഒരു കോച്ചാണ്. അതുപോലെ തന്നെ ഇവാനേക്കാൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള കോച്ചാണ്. ഇവാനേക്കാൾ കൂടുതൽ പ്രതിഫലം ചോദിച്ചിട്ടുള്ള കോച്ചും കൂടിയാണ്. ഈ ഒരു 3 കാര്യങ്ങളും നല്ല രീതിയിൽ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. അതായത് ഇദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് പഴയ ക്ലബ്ബിൽ നിന്നുള്ള കുറച്ച് ഫോട്ടോസൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും, ഇനി എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 2017 തൊട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു മാനേജിങ് കരിയർ എന്ന് പറയുന്നത് വളരെ ലോ ആയിട്ടുള്ള സംഭവമാണ്. 2017 ലാസ്റ്റ് കളിപ്പിച്ചിട്ടുള്ള ചൈന ലീഗിലായാലും ഇദ്ദേഹം ഏറെക്കുറെ ഒരു സെൻട്രൽ പൊസിഷനിൽ ഒരു 6th 5th സ്ഥാനത്താണ് ആ ഒരു ടീം പോലും ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ ശൈലി പിന്തുടരുന്ന ഒരു തന്ത്രശാലിയാണ്. സോ അതുകൊണ്ട് തന്നെ കുറച്ച് ടഫായിട്ടുള്ള തന്ത്രശാലി ആവാൻ സാധ്യത കൂടുതലാണ്. ഇനി ടെക്നിക്കലി മികച്ചതായിട്ടുള്ള ഒരു തന്ത്രശാലി തന്നെയാണ്. അത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഫോർമേഷനിൽ നിന്നും അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ഉണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ടീമുകളൊക്കെ കളിക്കുന്ന കുറച്ച് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടെ ടെക്നിക്കലായിട്ട് മികച്ചവനാണ് എന്നുള്ളത്. പിന്നെ 399 മത്സരങ്ങൾ, ഏകദേശം 400
300 ചില്ലാനം മത്സരങ്ങൾ ഇദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം ഫുട്ബോൾ കളിക്കാരനായിട്ട് കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. തൻ്റെ 14ാമത്തെ വയസ്സിലാണ് ഈ ഒരു ഫുട്ബോൾ മാനേജറായിട്ട്, അതായത് മാനേജർ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക്, കോച്ചിങ്ങിൻ്റെ ആ ഒരു ഇതിലേക്ക് കടന്നു വരുന്നത്. അന്നൊക്കെ ജൂനിയർ ആയിരുന്നു, അന്ന് മുതലേ ഒരു ഫുട്ബോൾ മാനേജർ ആവണം എന്നുള്ള ഒരു കൊതിയോടുകൂടി കടന്നു വരുന്നു. 24ാമത്തെ വയസ്സിലാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ടീമിൻ്റെ മെയിൻ കോച്ചായിട്ട് ഇദ്ദേഹം കടന്നു വരുന്നത്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഫുട്ബോളിനെ പറ്റിയിട്ട് താഴെ മുതലേ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, കോച്ചുമാരായാലും അവരൊക്കെ കളിച്ച് വളർന്നവരാണെന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പന്ത് തട്ടിയിട്ടില്ല, മറിച്ച് തന്ത്രത്തിലാണ് മെയിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തല കൊടുത്തിട്ടുള്ളത്. എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇനിയിപ്പോൾ ആരെങ്ങനെ വന്നാലും ഇവാൻ ആശാൻ എന്ന് പറയുന്ന ആ ഒരു ഐക്കോണിക് പേരുണ്ടല്ലോ, അത് ഇനിയിപ്പോൾ മാറ്റി വിളിക്കാൻ എന്താ വിളിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമുക്ക് എന്താ ചെയ്യുക, പിന്നെ ഇതൊക്കെ ഓക്കെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.